ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പ് വിചാരത്തിലേക്ക് സ്വാഗതം. വീണ്ടും ജനിക്കുക എന്നത് മാനസാന്തരത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ടായിരിക്കണം വിശുദ്ധ പൗലോസ് ശ്ലീഹ തൻ്റെ ലേഖനങ്ങളിലുടനീളം നവീകരിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എടുത്തു പറയുന്നത്. നവീകരിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതം ക്രിസ്തുവിൽ കേന്ദ്രീകൃതമാണ്. ക്രിസ്തുവാണ് പുതിയ സൃഷ്ടിയുടെ ആരംഭവും കേന്ദ്രവും. കാരണം അവൻ്റെ മരണോത്ഥാനത്തിലൂടെയാണ് നാം പുതുജീവൻ പ്രാപിക്കുന്നത്. നമ്മുടെ പാപത്തിന് മരിച്ച് അവൻ്റെ മരണോത്ഥാനത്തിലൂടെ നാം പുതിയ സൃഷ്ടിയാകുന്നു. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും വിശുദ്ധീകരണം വരെ ഒരു നവമായ ജീവിതത്തിലൂടെ ക്രിസ്തുവിൽ നാം വീണ്ടും ജനിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ നോമ്പുകാലത്തെ ഏറ്റവും വലിയ പുണ്യമായി കരുതേണ്ടത്. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.